ഹിന്ദുത്വ വിരോധം ബംഗ്ലാദേശിലെ എല്ലാ സീമകളും കടന്ന് മനുഷ്യത്വ വിരുദ്ധമാകുന്നു. ആയിരക്കണക്കിന് പാവപ്പെട്ട ബംഗ്ലാദേശികളെ ദിവസവും സൗജന്യമായി അന്നമൂട്ടുന്ന ഇസ്കോൺ ക്ഷേത്രവും ഹരേ കൃഷ്ണ ക്ഷേത്രവും അടച്ചുപൂട്ടാൻ മുറവിളി ഉയരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. വർഷം മുഴുവൻ വിശക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷത്തോടെ അന്നദാനം നൽകുകയും വെള്ളപ്പൊക്കം പോലെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ വിഷമിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യാനാണ് ബംഗ്ലാദേശിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനമുള്ളത്. അതിനെയാണ് ഇസ്ലാമിക മതമൗലികവാദികൾ തടയുന്നതും പൂട്ടിക്കാൻ ശ്രമിക്കുന്നതും. ഇപ്പോൾ നമുക്കറിയാം, ഗാസയിൽ ആഹാരവുമായി എത്തുന്ന ട്രക്കുകൾ വിശന്നു പൊരിയുന്ന ജനം കൊള്ള ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം 110 ട്രക്കുകൾ ഗാസയിൽ എത്തിയതിൽ പട്ടിണി മൂലം 98 ട്രക്കുകളും പാലസ്തീനികൾ കൊള്ള ചെയ്ത ആഹാരവും മറ്റും കൊണ്ടുപോയി. അത്ര വലുതാണ് വിശപ്പിന്റെ വിളി. ബംഗ്ലാദേശ് എന്ന ദരിദ്ര രാജ്യത്തെ ദരിദ്രരിൽ ദരിദ്രന്മാർക്ക് അന്നദാനം നൽകുന്നവരെയാണ് ഇപ്പോൾ മതമൗലികവാദികൾ കല്ലെറിയുന്നത്. എല്ലാം മതവിരോധത്തിന്റെ പേരിൽ, മനുഷ്യത്വം ഇല്ലാത്തതിന്റെ പേരിൽ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ ഇന്ന് ബംഗ്ലാദേശിൽ വളരെ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം നിരോധിച്ചില്ല എങ്കിൽ അതിനുള്ള ഭക്തന്മാരെ കൊല്ലും എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഇഫ്താർ പാർട്ടി ഒരുക്കുന്ന സാധുക്കളായ കൃഷ്ണ ഭക്തരെയാണ് ഇവർ തീവ്രവാദികളായി മുദ്ര കുത്തുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ എന്നും ആക്രമിക്കാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, ബംഗ്ലാദേശിലെ നിരവധി ഹരേ കൃഷ്ണ ക്ഷേത്രങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ ശ്രമിച്ച് നശിപ്പിച്ചു. അതിൽ പലർക്കും പരിക്കേറ്റു, ഒരാളുടെ ജീവൻ വരെ നഷ്ടമായി. പക്ഷെ ഇവയെല്ലാം വിശക്കുന്ന ഏത് മുസ്ലിമിനും അന്നം കൊടുക്കുന്ന ക്ഷേത്രങ്ങളായിരുന്നു. ബംഗ്ലാദേശിൽ തന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നേരിട്ടുള്ള വേദനകൾക്കും ആക്രമങ്ങൾക്കും കയ്യും കണക്കുമില്ല. ഇഫ്താർ പാർട്ടി ഒരുക്കിയ അതേ ക്ഷേത്രങ്ങൾ തന്നെ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? മുസ്ലിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ശത്രുതയോ ദേഷ്യമോ ഒന്നും കാണിക്കാതെ മുസ്ലിങ്ങളായ സഹോദരന്മാരെ ചേർത്ത് നിർത്തി സന്തോഷത്തോടെ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് അവർക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ഒരു ക്ഷേത്ര ശൃംഖലയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഇനിയും പറയാം, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും വിശക്കുന്നവർക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അന്നദാനം നടത്തുന്നു. ബംഗ്ലാദേശിൽ തന്നെ ഏറ്റവും അധികം പാവപ്പെട്ട, ഉണ്ണാനും ഉടുക്കാനും ഒന്നുമില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട നിരവധി മുസ്ലിങ്ങളെ വർഷങ്ങളോളം സഹായിച്ച സംഘടനയാണ് ഇസ്കോൺ. ബംഗ്ലാദേശിലെ ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം, കൊറോണ, മണ്ണിടിച്ചിൽ, യുദ്ധങ്ങൾ തുടങ്ങി എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ജാതിയോ ബന്ധമോ ഒന്നും നോക്കാതെ വിഷമിക്കുന്നവരെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ലോകം മുഴുവനുമുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളിലും അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിലും വിശക്കുന്ന ഏത് മുസ്ലിമിനും എപ്പോൾ വേണമെങ്കിലും ധൈര്യത്തോടെ സന്തോഷത്തോടെ കയറി ചെല്ലാം. ക്രിസ്ത്യാനിയാണോ, ജൂതനാണോ, നിരീശ്വരവാദിയാണോ, ഇതൊന്നും നോക്കാതെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ആളുകളെ സഹായിക്കുന്നത്. ഇങ്ങനെ ഒരു സംഘടനയാണ് വർഷങ്ങളായി തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ച ബംഗാളി സന്യാസിയെ ശ്രീല പ്രഭുപാദ എടുത്തു പറയുന്നുണ്ട്. മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ്, ഖുറാൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നുള്ളതും. മുസ്ലിങ്ങളെ ഇവർ എപ്പോഴും പഠിപ്പിക്കുന്നത്, നിങ്ങൾ മുസ്ലിമായി തന്നെ ജീവിച്ചോളൂ, അതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, ഞങ്ങൾ ആരെയും നിർബന്ധമായും മതപരിവർത്തനം നടത്തുന്നില്ല, കാരണം അതാണ് സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യം എന്നും പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളോടും വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും തന്നെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നും പെരുമാറിയിട്ടുള്ളത്. യേശുദേവനെ ദൈവദൂതനായ പുത്രനായ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അംഗീകരിക്കുന്നു, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം വിടുന്ന ഒരാളെ പോലും ഇവർ ദ്രോഹിക്കുന്നില്ല. ആരാധകന് ഇഷ്ടമില്ല എങ്കിൽ സന്തോഷത്തോടെ മുസ്ലിമായോ ക്രിസ്ത്യാനിയായോ ജീവിച്ചോളും എന്നിവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സംഘടനയാണ് തീവ്രവാദ സംഘടനയായി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരോധിക്കാൻ ഒരുങ്ങുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള സംഘടനയല്ല എന്ന് സംഘടനയുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു. പാവപ്പെട്ട മുസ്ലിങ്ങളുടെ നാശത്തിന് വേണ്ടി നിൽക്കുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ എതിർക്കണമെന്നും പറയുന്നു. മുസ്ലിം സമുദായത്തിലെ നന്മയ്ക്കും ശാന്തിക്കും വേണ്ടി നിങ്ങളെ സഹോദരന്മാരെ പോലെ ചേർത്ത് നിർത്തുന്ന ഈ സംഘടന ഒരിക്കലും നിരോധിക്കപ്പെടരുത് ഒരു രാജ്യത്തും. കാരണം ഹരേ കൃഷ്ണ പ്രസ്ഥാനം നിരോധിക്കപ്പെടുമ്പോൾ അവിടെ 10,000-കണക്കിന് വിശക്കുന്ന മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന അന്നദാനമാണ് ഇല്ലാതാകുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾ മതവിദ്വേഷത്തിന്റെയും പകയുടെയും കാര്യങ്ങൾ പഠിക്കാതെ അതിനു പകരം അവർ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് നിർത്താനുള്ള കാര്യങ്ങളാണ് ഈ സംഘടന പഠിപ്പിക്കുന്നത്. ലോകം മുഴുവനും ലോക സമാധാനത്തിനും പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനും എതിരെ നിർത്തുന്നവർക്ക് മാത്രമേ ഈ സംഘടന നിരോധിക്കുന്നതിന് അനുകൂലിക്കാനാകൂ എന്നുള്ളത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമാനസ്.